ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇത് തന്നെയാണ് പറയണത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് നമുക്ക് പറ്റാറില്ല. അപ്പോൾ നമ്മൾ ഇനി മാക്സിമം നമ്മൾ നോക്കൂട്ടോ വീഡിയോസ് ഇടാനായിട്ട്. ആഴ്ചയിൽ ഒന്നില്ലെങ്കിൽ 2 വീഡിയോസ് ഇങ്ങനെ വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മൂട്ടിലെ പെരുന്നാൾക്ക് പോകാൻ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ശനിയാഴ്ച പോയി ഞായറാഴ്ച തന്നെ തിരിച്ചു വരും. അതിനാണ് ഇത്ര സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഇതെന്താ അമ്മാമ്മയുടെ മുഖത്ത് ഈ കൈ കൊണ്ട് വെക്കുന്നത് എന്നല്ലേ. അമ്മാമ്മ ചക്ക പഴുത്ത പണം എന്ന് പറയേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽ പോളിഷ് ഇട്ടായിരുന്നു, അതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ അമ്മാമ്മയ്ക്ക് ചക്കയുടെ മണമല്ല നെൽ പോളിഷിൻ്റെ മണമെന്ന് പറയാൻ വേണ്ടി കൊണ്ട് മുഖത്ത് വെച്ചതാട്ടാ. അപ്പോൾ അത് ഒരുത്തി അവിടെ നിന്ന് ഫോണൊക്കെ എടുത്ത് വരുന്നുണ്ട്. സുട്രൂസ് ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ വെള്ളം കുപ്പി വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിലെടുത്ത് പോവാണ്. പിന്നെ അവൻ്റെ മെഡിസിൻസൊക്കെ തൽക്കാലത്തേക്ക് അവൻ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളതൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു. അപ്പോൾ ഇവൻ പാൻറ്റ് ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങി നിൽക്കുകയാണ്. അച്ഛൻ കുറേ ഗുസ്തി പിടിക്കുന്നുണ്ട് ശരിയാക്കാനായിട്ട്. അവൻ എന്തേത് സമ്മതിക്കുന്നില്ല. അതിന് ശേഷം അവൻ്റെ ചെരുപ്പ് നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് ആ ഗലമ്പായിട്ടിരിക്കട്ടെ, നമുക്ക് കഴുകാനൊന്നും അങ്ങനെ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിനങ്ങനെ തന്നെ എടുത്ത് കാറിൻ്റെ ബാക്കിൽ കൊണ്ടിട്ടു, അതായത് ടിക്കിൽ കൊണ്ടിട്ടു. അവൻ അങ്ങനെ വെന്നിട്ട്. അപ്പോൾ ഞാൻ അവനോട് വേറെ ചെരുപ്പിടാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചെരുപ്പ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ കുട്ടി ആദ്യം ചെരുപ്പ് തിരിച്ചാണ് ഇടാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതല്ലടാ കാല് തിരിച്ചിടടാന്ന് പറഞ്ഞിട്ട് കാലുകൊണ്ടൊക്കെ ഇട്ട് കൊടുത്തുട്ടാ. അങ്ങനെ അവൻ ആ ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴേക്കും അമ്മാമ്മ അവിടെ നിന്ന് വന്നിട്ട് അമ്മാമ്മ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ അപ്പോൾ അവൻ്റെ ചെരുപ്പൊക്കെ അമ്മാമ്മനെ പിടിച്ചിരുന്ന് ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇല്ലെങ്കിൽ സ്വന്തം മുഖം ഇങ്ങനെ കാണാൻ പറ്റി സന്തോഷമുള്ള അതിന് വേണ്ടി മാത്രം മുഖമൊന്നും ഇങ്ങനെ വെറുതെ കാണിച്ചതാട്ടാ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇനി കയറാൻ പോവാണ്. വണ്ടിയുടെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരു പാൻറ്റ് ഒരു സൈസ് ഒരു പാൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ പറയണേ എന്താടായി കാണണമെന്ന് പറഞ്ഞത് ശരിയാക്കാൻ പോയപ്പോൾ സമ്മതിച്ചില്ല. അതേപോലെ തന്നെ അത് തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ വീട്ടിലുള്ള ഡ്രസ്സിൽ തന്നെയായിട്ട് പോകുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ പള്ളിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ അമ്മമ്മയുടെ അനിയത്തിയുടെ അവിടേക്ക് പോവാണ്. അപ്പോൾ അമ്മമ്മനെ അവിടേക്ക് ആക്കി കൊടുക്കാനാണ്. അപ്പോൾ നാളെ നമ്മൾ വരുമ്പോൾ അമ്മമ്മനെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താ ഒരുത്തി അവിടെ എന്തോ മുന്നിൽ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, അതെന്താണാവോ. പിന്നെ എന്താ എൻ്റെ മകൻ തന്നെ അത് പിന്നെ ഒരു സുഖം ഒരു മനസ്സുഖം ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിട്ട് കാണിക്കും. അപ്പോൾ അവളവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ട്. ഒരു കണക്കിന് എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഒരുത്തൻ എൻ്റെ വാട്ടർ ബോട്ടിലാണ് എനിക്ക് താടി എന്ന് പറഞ്ഞിട്ട് അത് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെ വണ്ടി റോട്ടിലോട്ട് എടുത്തു. അപ്പോൾ ഇവൻ വലിയ ആളായിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കി ആരും കയറണ്ടെന്നാണ് പറയണത്. പിന്നെ നമ്മൾ അവൻ പറയുന്നതൊന്നും കേൾക്കാണ്ടതാണ് നമ്മൾ കയറി നോക്കാണ്. അവൻ പറഞ്ഞു കയറണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറണമല്ലോ. അപ്പോൾ അവൻ നോക്കാം. അമ്മേനെ വെച്ചിട്ടൊരു വീഡിയോ, അമ്മേനെ വെച്ചിട്ടല്ല എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്തതാട്ടോ. വണ്ടിയിലധികം സ്ഥലമൊന്നുമില്ല, നമ്മളിങ്ങനെ തിങ്ങി നിരങ്ങിയൊക്കെ ഇരിക്കണം. അങ്ങനെ അമ്മമ്മയുടെ അവിടെ ആക്കി സുട്രൂസ് ഫ്രണ്ടിലിരുന്ന സുട്രൂസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നുട്ടാ. പിന്നെ നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് നോക്കാനായിട്ട് നമ്മളൊരു ടോയ്സിനൊക്കെ കിട്ടാൻ ഗിഫ്റ്റ് ഷോപ്പൊക്കെ എല്ലാം ഉള്ളൊരു കടയിൽ നമ്മൾ കയറിയതാട്ടാ. അപ്പോൾ സുട്രൂസിന് അപ്പം കിട്ടണം വണ്ടി. അപ്പോൾ അവൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ അമ്മ അത് കേട്ടാൽ മതി ഓട്ടോറിക്ഷ വാങ്ങാനായിട്ട്. അപ്പോൾ അവന് 1 ഓട്ടോറിക്ഷ വേണം, അത് കഴിഞ്ഞ് 2 വേണം, ആ സെയിം ഓട്ടോറിക്ഷ തന്നെ 2 വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തൽക്കാലത്തേക്ക് അവനൊരു വണ്ടിയൊക്കെ വാങ്ങി കൊടുത്തു. നമ്മൾ ഗിഫ്റ്റൊക്കെ നോക്കി. നമ്മളൊരു പിയാനോ സെറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ വേഗം തന്നെ പോകണം. വണ്ടി അവിടെ ഒരുത്തിയടക്കം റോഡിൻ്റെ സൈഡിലാണ് കൊണ്ടിട്ടേക്കണം. അപ്പോൾ കണ്ടോ അതുകൊണ്ട് റോഡിലാണ് വണ്ടി കിടക്കണം. ഇത് നമ്മൾ അവന് വാങ്ങിയതാട്ടോ, ഒരു പസിൽ സെറ്റും. അവൻ കളിക്കട്ടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവട്ടെ എന്ന് വെച്ച് വാങ്ങി കൊടുത്തതാണ്. പക്ഷെ കുട്ടിക്ക് അത് അങ്ങനെ അത്ര ബോധിച്ചില്ല എന്ന് തോന്നുന്നു. കുട്ടിക്ക് അത് കളിക്കാൻ എല്ലാ ടൈം ആയിട്ടില്ലല്ലോ, അത് കാരണം അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ ഓട്ടോറിക്ഷ പിടിച്ച് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അതൊന്ന് തുറന്നൊക്കെ ഒന്ന് ചിക്കി മതി നോക്കുക. അപ്പോൾ ഞാൻ വേഗം തന്നെ അവർക്ക് തുറക്കുന്ന പറഞ്ഞ കാര്യം ഞാൻ വേഗം തന്നെ തുറന്ന് നോക്കണ്ട കേട്ടോ. തുറന്ന് നോക്കിയപ്പം ക്വാളിറ്റി വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കാണെങ്കിലും ഇടയ്ക്കിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോഴൊക്കെ ചെയ്യാം. എനിക്കാണെങ്കിൽ സ്റ്റിക്കർ വലിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരു കണക്കിന് പൊട്ടിച്ചെടുത്തു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഭയങ്കര സംഭവം ഒന്നുമല്ല, എന്നാലും ആ സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചെടുക്കാൻ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിതൊക്കെ തുറന്നെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അത് ഗുസ്തി പിടിച്ച് നമ്മൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ 4 എണ്ണം കേട്ടോ. ഇതേപോലെ 4 സെറ്റ് കണ്ടപ്പോൾ നല്ല ഇതിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെടുത്തു. കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഞാൻ വെച്ചപ്പോൾ അത്ര സെറ്റായില്ല. ഞാൻ അതിനടുത്ത് വലിയ ആകാംക്ഷയിൽ ഒരാൾ ഫസ്റ്റത്തെ ഒരെണ്ണടുത്ത് ഞാൻ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനൊന്ന് വയ്ക്കും, അവൻ രണ്ടാമത്തേന് വലിച്ചിടും, ഞാനൊന്ന് വയ്ക്കും, രണ്ടാമത്തേന് വലിച്ചിടും. ഇത് തന്നെയായിരുന്നു പണി. അവസാനം നമുക്ക് ഇതിൻ്റെ ബാക്കി കിട്ടിയത് താഴെ നോക്കിയാണ് കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ വണ്ടി അവിടെ ഒരു സൈഡ് ഒതുക്കി, കാരണം അതൊരു പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സിട്രസ് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ വീട്ടിലേക്ക് സൗണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വണ്ടി നമ്മുടെ
പുഴയുടെ അവിടെ. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഒന്നില്ലെങ്കിൽ അവൾ അടുത്ത വണ്ടിയുടെ മിറർ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മിറർ ഏതെങ്കിലും ഒന്ന് തട്ടും. അതിങ്ങനെ നമ്മൾ സൈഡൊക്കെ ഒതുക്കിയിട്ടിട്ട് പോണേ. സുട്രസിനാണെങ്കിൽ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവൻ വെള്ളം കാണുന്ന കാരണം ആ ഒരു ഇതിലിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ ഒരു തവണ ഇതേപോലെ വന്നപ്പോൾ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. വെള്ളത്തിലില്ല, അതിൻ്റെ തൊട്ട് അപ്പുറത്തന്നെ ഇങ്ങനെ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട് ഒരു തവണ. വന്നിട്ട് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ ഉറക്കം വന്നിട്ടുള്ള വാശിയും എല്ലാം കൂടെ ഇങ്ങനെ അവൻ കാണിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അത് വെച്ചിട്ട് അങ്ങ് സെറ്റ് ആവണമില്ല. വാങ്ങും ചെയ്തു. പിന്നെ ക്വാളിറ്റി വെച്ച് ഞാൻ പറഞ്ഞില്ല അത്ര അങ്ങ് പോരാ. നമ്മൾ വെച്ച് കഴിഞ്ഞാലൊന്നും അത് അങ്ങോട്ട് കിട്ടണമില്ല. അങ്ങനെ ഇവൻ അലമ്പൊക്കെ തുടങ്ങി, നല്ല അലമ്പിലേക്കാണ് ഈ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്നാൽ ചോമോളിൽ നീ കുറച്ച് നേരം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം തന്നെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മയുടെ ഇടയ്ക്കിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീടെത്താറായിട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു വഴി അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതാ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ആരും കാണാനില്ല. കാരണം എല്ലാവരും അമ്പിൻ്റെ ഇതിനും ആൻറ്റിയും അച്ഛൻ്റെ കയ്യിൽ പോയി. അമ്മാമ്മ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോണടിച്ച് അമ്മാമ്മനെ വിളിക്കുകയാണ്. അപ്പം അമ്മമ്മ ഈ സൈഡിൽ കൂടെ വന്ന് നോക്കിയിട്ട് വാതിൽ തുറക്കാനായിട്ട് അകത്ത് കൂടെ പോയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പിണ്ടി. ഇത് പിണ്ടി പെരുന്നാൾക്ക് നമ്മുടെ ഇവിടേക്ക് പിണ്ടി കുത്തിട്ട്. അപ്പം നിങ്ങളുടെ അവിടേക്ക് ഇതേപോലെ പിണ്ടിയിലിങ്ങനെ നല്ല പിന്നിങ്ങനെ പൂവൊക്കെ കുത്തുക എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൻറ്റി ഇതാ ഒരു ബ്ലൂ അമ്മാമ്മ വിളിക്കും വന്ന വാലൊക്കെ തുറന്നിട്ടുണ്ട്. അമ്മാമ്മയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ അമ്മ പോയി. അത് കഴിഞ്ഞ് സുട്രൂസിൻ്റെ ഇവിടെ പാട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് മൈക്ക് അവൻ അപ്പോഴേക്ക് അടിച്ച് മാറ്റി ഗൈസ്. അതും മാറ്റി കൊണ്ടുപോയി പാട്ടാണ്. ഞാൻ നോക്കുമ്പോൾ മൈക്ക് കാണാനില്ല. മൈക്ക് കൊണ്ടവൻ പാട്ട് പാടാൻ വേണ്ടി പോയി. പിന്നെ അവൻ്റെ കുറച്ച് പാട്ടും കഥകളൊക്കെ ആയിട്ട് അവൻ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മളൊരു കണക്കിന് ആ മൈക്കിനൊക്കെ ഇങ്ങനെ തിരിച്ച് വാങ്ങി നമ്മൾ പാക്കൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അടിയിലേ ഇവിടെ ഇവിടെ നമ്മൾ അവിടെ എത്തിയെന്ന് അറിയിക്കാനായിട്ട് പിന്നെ എൻ്റെ മുഖം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞതാ നമ്മളെല്ലാവരും കൂടെ വണ്ടിയിൽ അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടി അച്ഛൻ വീട്ടിലോട്ട് വന്നിട്ടോ. അപ്പോൾ അച്ഛനെ തിരിച്ച് അമ്പിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലെത്തിയിട്ട് ആ പള്ളിയിലെത്തി നമ്മൾ അമ്പ് കയറ്റുന്ന സമയമായി. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ എല്ലാവരും ആ മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഒന്നും കൂടെ ഒന്ന് ക്ലോസ് ഇത് കാണിച്ചതാണ്. ഇത് പടക്കം കിട്ടുന്നു കേട്ടോ. നമ്മൾ പള്ളിയിലേക്ക് കയറി കഴിയുമ്പോൾ പടക്കം കയറും കിട്ടില്ല. അപ്പോൾ അതിനുള്ള പടക്കം ചേട്ടൻ സെറ്റ് ചെയ്യാണ്. നമ്മൾ കുടയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല കുടയില്ല നമ്മൾ കാരണം പള്ളിയിൽ കയറാറായപ്പോഴാണ് എത്തിയത്. അതായത് കുട എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജോമോളും ജിഷ്മിയും പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് നല്ല വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ്. എന്നിട്ട് എടുത്ത് തന്നെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ എടുത്ത വീഡിയോ ആണത്. അങ്ങനെ നമ്മളൊക്കെ പള്ളിയിലോട്ട് കയറിയിട്ടാണ്. ഞാൻ ഉണ്ണീനെ എടുത്താൽ വളർത്തിക്കിട്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കയറി എല്ലാവരും കൂടെ. അത് എൻ്റെ അമ്മനെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഈ ബാക്ക് തിരിഞ്ഞ് നോക്കണം. എൻ്റെ പിന്നാലെ കയറിയ ആളാണ്. അത് നോക്കുമ്പോൾ അമ്മനെ കാണാനില്ല. അപ്പോൾ ജിഷ്മി വീഡിയോ എടുക്കണപ്പോൾ അവളോട് എന്തൊക്കെയോ തമാശ പറഞ്ഞിട്ട് വരികയാണ്. അമ്മ ബാക്കിൽ കൂടെ ആയിട്ട് വന്നെ. അമ്മയുടെ കസിൻസിനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെയായി. അപ്പോൾ അമ്മ അവരോടൊക്കെ സംസാരിച്ച് വരുന്നുണ്ട്. അച്ഛനും മേമയും കൂടെ കുറച്ച് നേരം ഡാൻസിന് അവിടെ പോയൊക്കെ നിന്നിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ സുട്രസ് നല്ലമായി. അവൻ കടിക്കണം. അവന് ദേഷ്യം വന്നപ്പോൾ അവൻ 2 അടി, പിന്നെ 3ാമത്തെ കടി. അപ്പോൾ അങ്ങനെ അവൾ അതൊക്കെ പറഞ്ഞത് സോപ്പൊക്കെ ഇട്ടെടുക്കേണ്ടവന്. പിന്നെ എല്ലാം കഴിഞ്ഞതാ നമ്മൾ പള്ളിയിലേക്ക് കയറേണ്ട ടൈമായിട്ടോ. അത് 6:30 തോന്നുന്നുണ്ട് കയറിയത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ നിൽക്കേണ്ട. നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് ജിഷ്മിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയുടെ എന്താ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട് ഉണ്ണിയുടെ. ഞാനവിടെ നിൽക്കുന്നുണ്ട്. ഉണ്ണിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഉണ്ണി അപ്പോഴേക്കും ഷോമളുടെ കയ്യിൽ നിന്ന് അലമ്പാക്കി പോകും.
പിന്നെയും ഞാൻ തന്നെ വന്നതാട്ടോ. ഞാൻ എന്താ വീട്ടിലെത്തിയിട്ട് ഒന്ന് ലൈക്കിൽ മലപ്പുറത്തിൻ്റെ ഉള്ളിലൊക്കെ നിന്നൊന്നു മുഖമൊന്നും കാണിച്ചു തരികളൊക്കെ. അപ്പോഴേക്ക് സുട്രൂസ് രാവിലെ വാങ്ങി ഓട്ടോറിക്ഷയും കൊണ്ട് ഓടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേക്ക് പോവാണ് കേട്ടോ. ബർത്ത്ഡേക്ക് പോവാണ്. അപ്പോൾ കാറിൽ സ്ഥലമില്ല. ഫ്രണ്ടിലൊക്കെ 2-3-4 ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതാ ജോലി ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അച്ഛനാണ് കേട്ടോ വണ്ടി എടുത്ത്. ബാക്കിലെല്ലാവരും ഇതാ തിങ്ങിക്കൂടിയാണ് ഇരിക്കണേ. അങ്ങനെ നമ്മളിതാ ഫംഗ്ഷനോടെ എത്തിയിട്ടോ. ഇതവിടെ എത്തിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതാ എല്ലാവരും നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു കേക്ക് കട്ടിങ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേഗം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കേക്ക് കട്ടിങ്ങാണ്. അപ്പോൾ സുട്രൂസിനാണെങ്കിലും തൊട്ടപ്പുറത്ത് തന്നെ പള്ളി. അപ്പോൾ അവിടെ പള്ളിയിൽ പൊരി നിറച്ച് വെച്ചിട്ടുണ്ട്. പൊരി എടുക്കാൻ പോകലാണ്. ഇതിപ്പോൾ പിന്നെയും ഞങ്ങളുടെ ഫോട്ടോ തന്നെ പിന്നെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ജിഷ്മി വന്നിട്ടുണ്ട്. പിന്നെ ആൻറ്റി നമ്മുടെ ആൻറ്റിയാണ്. അപ്പോൾ ഇതാ സുട്രൂസ് ഇറക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തേക്ക് കയറി വരും. പിന്നെ നമ്മളെല്ലാം നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിക്ക് വന്നു. ഫുഡ് കഴിക്കൽ. ചിക്കനുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്നും കൂടെ പള്ളിയിലോട്ട് വന്നു കേട്ടോ സുട്രൂസിനെ വിളിക്കാൻ. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് വന്ന് സുട്രൂസ് പള്ളിയിലൊക്കെ വന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ തിരിച്ച്. അപ്പോൾ വണ്ടി ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി അടുത്ത് നമ്മൾ വീട്ടിലെത്തി അമ്മൂസാണ്. അപ്പൂസ് അതങ്ങോട്ടുണ്ട്. അപ്പോൾ 3 ആളും കൂടെ കളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.